നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PSC എക്സാംസിന് വേണ്ടി പഠിക്കേണ്ട NCERT +1 +2 NCERT ലിസ്റ്റ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ ടോപ്പിക്സിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് ജനറലായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ, സ്പെസിഫിക്കലി ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മുടെ ഓരോ എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ച് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ ചില എക്സാമിന് വേൾഡ് ഹിസ്റ്ററി ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ ചിലതിൽ എക്കണോമിക്സ് അധികം ചോദിക്കാറില്ല, അപ്പോൾ എക്കണോമിക്സ് വേണ്ടതിന് ആ ടെക്സ്റ്റ് നോക്കേണ്ട കാര്യമില്ല. അപ്പം സിലബസ് അനുസരിച്ച് നിങ്ങളിതിൽ ഏതൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയാണ് വേണ്ടാത്തത് എന്നുള്ളത് തീരുമാനിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് പൊളിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സിലബസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ട എക്സാംസ് വരുമ്പം +1 ഇന്ത്യൻ ഭരണഘടനാ പ്രയോഗത്തിൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അതിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുന്നത് നന്നായിരിക്കും. അതിൽ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെയെന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ വരുമ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഏറ്റവും അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫിലോസഫി കാര്യങ്ങളൊക്കെയാണ്, ഭരണഘടനയുടെ ഇപ്പോഴത്തെ റെലവൻസ്, അതുപോലെ അതിൻ്റെ ഭരണഘടനയുടെ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നല്ലപോലെ നോക്കേണ്ടത് തന്നെയാണ്. അതുപോലെ +2 സമകാലിക ലോക രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതിലെന്ന് പറഞ്ഞാൽ ഈ ശീതയുദ്ധ കാലഘട്ടം, അതുപോലെ ഇവിടെ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ, ബദൽ അധികാര കേന്ദ്രങ്ങൾ, പിന്നെ അന്തർദേശീയ സംഘടനകൾ, ഇതൊക്കെ വേൾഡ് ഹിസ്റ്ററിയിൽ ചില ഭാഗത്ത് വരുന്നതാണ്. ഈ 3 ചാപ്റ്റേഴ്സ് കാര്യമായിട്ട് അതിൽ നോക്കാനുള്ളതാണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ, പിന്നെ ഇവിടെ പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുന്നതാണെങ്കിൽ ഇത് മോസ്റ്റ്ലി ആദ്യം പറഞ്ഞ 3 ചാപ്റ്റേഴ്സും വേൾഡ് ഹിസ്റ്ററിയിലേക്കാണ് കൂടുതലും വരാറുള്ളത് നമ്മുടെ PSCന്റെ സിലബസിൽ. അപ്പം അത് ആ ടോപ്പിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ +2 സമകാലിക ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിക്സ് ടെക്സ്റ്റ് ആണ്, പക്ഷേ ഈ ടോപ്പിക്സ് ഇതിലാണ് കവർ ചെയ്ത് പോകുന്നത്. അത് നോക്കാം കേട്ടോ. പിന്നെ ഇതൊന്നും കണ്ടംപററി സൗത്ത് ഏഷ്യ ഒന്നും നമ്മളോട് അങ്ങനെ PSCയിൽ ചോദിക്കാറില്ല, അപ്പോൾ അതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല. ഇനി അതുപോലെ തന്നെ +2 ഇന്ത്യൻ രാഷ്ട്രീയം സ്വാതന്ത്ര്യ ലബ്ധി മുതൽ, ഇതും ഒരു റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പല എക്സാമിനും നമുക്ക് ആ ഒരു മൊഡ്യൂൾ ഉണ്ട്. അപ്പം അതിൽ ഇവിടെ അധ്യായം 1 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ തൊട്ട് ഓൾമോസ്റ്റ് അത് നല്ല റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ആസൂത്രിത വികസനത്തിന്റെ രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ഇവിടെ എറോ ഓഫ് വൺ പാർട്ടി ഡൊമിനൻസ് ഒന്നും അത്ര റെലവെന്റ് അല്ല, പക്ഷെ ജസ്റ്റ് വേണമെങ്കിൽ വായിച്ചിരിക്കാം. അത് കുറച്ചും കൂടെ എന്താ പറയാ, ആ ഒരു കക്ഷി രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും കോയിലീഷനും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ചാലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിങ്ങും അതുപോലെ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റും ആണ് കൂടുതലായിട്ടും വരാറുള്ളത്. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് സിലബസ് നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിച്ചാൽ മതിയായിരിക്കും. ഇനി നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം +1 ഹിസ്റ്ററിയിൽ ലോക ചരിത്രത്തിലെ പ്രമേയങ്ങൾ, തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആണ്. അപ്പം അതിൽ നമുക്ക് അധികം ഒന്നും ഇവിടെ നോക്കാനില്ല. ഫസ്റ്റ് ഭാഗത്തിലൊന്നും ഹാരപ്പൻ സിവിലൈസേഷനിൽ കുറച്ച് വായിക്കാനുണ്ടെങ്കിലും മതി, പക്ഷെ അത് ഇന്ത്യൻ ഹിസ്റ്ററിയിലും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ അതങ്ങനെ പ്രധാനമായിട്ട് നോക്കണ്ട. പിന്നെ ഇവിടെ പ്രമേയം 6 വരുന്നത് 3 വിഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസിലെ 3 എസ്റ്റേറ്റ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ വേണമെങ്കിൽ നോക്കിപ്പോവാന്നുള്ളതാണ്. പിന്നെ അവസാനത്തെ ആധുനികവൽക്കരണത്തിലേക്ക് എന്നുള്ള പാഠം, അതിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ മോഡേണൈസേഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ എക്സാമിന് ആവശ്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സിലബസ് അനുസരിച്ച് നോക്കി പോവുക. പിന്നെ ഈ +1 വേൾഡ് ഹിസ്റ്ററി ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള റെവല്യൂഷൻസ് ഒന്നും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല. കാരണം NCERTന്റെ 9th-ലെയും 10th-ലെയും ടെക്സ്റ്റിലാണ് ഈ പറയുന്ന നമ്മുടെ ഗ്ലോറിയസ് റെവല്യൂഷനും അതുപോലെ തന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഒക്കെ വരുന്നത്. അല്ലാതെ പ്രോപ്പറായിട്ട് റെവല്യൂഷൻസിന്റെ കാര്യങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നില്ല. അപ്പം അത് 9th-ലെ 10th-ലെ ടെക്സ്റ്റ് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ SCERT തന്നെ അതിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മതി. പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, തീംസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ ഇന്ത്യ ചരിത്രത്തിലെ പ്രമേയങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ 3rd പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3rd പാർട്ടിന്ന് കഴിഞ്ഞപ്പോൾ 10th പ്രിലിംസിനാണെങ്കിലും ഇതിന്ന് ഈ കലാപകാരികളും രാജ്യം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറയുമ്പം ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആണ്. അപ്പം ആൻഷ്യൻ ഇന്ത്യയിലെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ആൻഷ്യൻ ഇന്ത്യ നമുക്ക് എക്സാമിന് വരുന്ന എക്സാംസ് ആണെങ്കിൽ മാത്രം അത് നോക്കിയാൽ മതിയായിരിക്കും. പിന്നെ സെക്കൻഡ് ഭാഗത്തിൽ വരുന്നത് മിഡീവൽ ഇന്ത്യ, അതിൽ കുറച്ചും കൂടെ ഈ മുഗൾ രാജാവ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലിവിടെ രാജാക്കന്മാരും ദിനവൃത്താന്തങ്ങളും എന്ന് പറയുന്ന ഒരു പ്രമേയം 9 ചാപ്റ്റർ 9, അതിൽ മുഗൾ രാജസഭേനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇതും പ്രമേയം 8 കർഷകരും ജമീന്ദാർമാരും രാഷ്ട്രവും, അതിലും നമ്മുടെ ഈ ലാൻഡ് സെറ്റിൽമെന്റ് അതുപോലെ റവന്യൂ സിസ്റ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ജമീന്ദാരി, മഹൽവാരി, റയട്ട്വാരി, അതൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നോക്കിപ്പോ, അത് കുറച്ചും കൂടെ പ്രധാനപ്പെട്ടതാണ്, ചോദ്യങ്ങൾ വരാറുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. അപ്പം അത് നോക്കിപ്പോവാ. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഭാഗം 3
ഇത് മൂന്ന് ടെക്സ്റ്റ് ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. ഇതെല്ലാം ഒരൊറ്റ ടെക്സ്റ്റ് അല്ല, ഇത് മൂന്ന് ടെക്സ്റ്റ് ആണ്. അപ്പൊ ഈ ഭാഗം 3 എന്ന് പറയുന്നതിൽ എല്ലാ ചാപ്റ്റേഴ്സും പ്രധാനപ്പെട്ടതാണ്. മോഡേൺ ഇന്ത്യയുടെ ഭാഗത്ത് ഇതെല്ലാം ചോദിക്കാറുണ്ട്. അപ്പം കോളനൈസേഷന്റെ കാര്യം, കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും എന്നുള്ള പാഠം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ കലാപകാരികളും രാജും 1857 റിവോൾട്ട് വരെയുള്ള കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വിഭജനത്തെ മനസ്സിലാക്കൽ, പാർട്ടീഷന്റെ കാര്യങ്ങൾ, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലെ 4 ചാപ്റ്റേഴ്സും പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ 4 ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഒരു സപ്ലിമെന്ററി ടെക്സ്റ്റ് ആയിട്ട് കേരള ചരിത്രത്തിൽ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഇതിലെ ഭാഗം 4 കൊടുത്തിരിക്കുന്നത്. +2 തന്നെ സപ്ലിമെന്ററി ടെക്സ്റ്റ് ആയിട്ടാണ് വരുന്നത്. അതിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ റിനൈസൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്, കേരള ഹിസ്റ്ററി കവർ ചെയ്ത് പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. അപ്പം ഈ രണ്ടും എന്താണ് 14th ചാപ്റ്റർ 15th ചാപ്റ്റർ അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇനി എക്കണോമിക്സിലോട്ട് വരുമ്പം എക്കണോമിക്സിൽ +1 ടെക്സ്റ്റിൽ ഇന്ത്യൻ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന +1 ടെക്സ്റ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ തിയററ്റിക്കൽ ആണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ ടെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് നമുക്ക് ആവശ്യമില്ല, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ടെക്സ്റ്റ് നമുക്ക് നോക്കണ്ട. അപ്പോൾ ഇതിൽ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. വികസന നയങ്ങളും അനുഭവങ്ങളും ആണ്. അപ്പം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ്ഘടന പറയുന്നുണ്ട്. പിന്നെ 1950 to 1990 വരെ, 1950 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പറയുന്നുണ്ട്. പഞ്ചവത്സര പദ്ധതിയും കാര്യങ്ങളൊക്കെ അവിടെയാണ് പറയുന്നത്. അതിനുശേഷം 1991 LPG റിഫോംസ്, അല്ലെ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് 1 and 2 വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ അധ്യായം 9 യൂണിറ്റ് 3 പരിസ്ഥിതിയും സുസ്ഥിര വികസനവും, അത് കുറെ എക്സാംസിന് വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ സുസ്ഥിര വികസനത്തിന്റെയും പരിസ്ഥിതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതും നോക്കണം. പിന്നെ യൂണിറ്റ് 4 നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. ഇന്ത്യയുടെ വികസന അനുഭവങ്ങളും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള താരതമ്യം അങ്ങനെ ചോദിച്ചിട്ടില്ല, അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ആണെങ്കിലും ചിലതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവാറുണ്ട്. ആ സ്പെഷ്യൽ ടോപ്പിക്സിനൊക്കെ നമുക്ക് യൂണിറ്റ് 3 ബാക്കി ചാപ്റ്റേഴ്സ് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ തൊഴിലിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രാമവികസനം എന്നൊക്കെ പറയുമ്പോൾ ചിലതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് വരാറുണ്ട്, എസ്പെഷ്യലി തൊഴിൽ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ഇപ്പൊ ദാരിദ്ര്യത്തിലേക്ക് വരുവാണെങ്കിൽ ദാരിദ്ര്യത്തിനെ പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളെ പറ്റിയിട്ട്, മറ്റേ അന്ത്യോദയ അന്നയോജന പ്രോഗ്രാംസിനെ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അധ്യായം 4 നോക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ അത് എക്സാമിനനുസരിച്ച് സിലബസിൽ ഏതൊക്കെയാണുള്ളത് അതിനനുസരിച്ച് ഈ ചാപ്റ്റേഴ്സ് നോക്കി പോവാ. ഇനി +2 ടെക്സ്റ്റിലാണെങ്കിലും മൈക്രോ എക്കണോമിക്സും മാക്രോ ഉണ്ട്. അതിൽ നമ്മൾ മാക്രോ നോക്കിയാൽ മതി, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മൈക്രോ നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതിൽ മാക്രോ എക്കണോമിക്സിൽ ഇവിടെ ദേശീയ വരുമാനം കണക്കാക്കൽ പറയുന്നുണ്ട്, പണവും ബാങ്കിങ് സംവിധാനവും, അപ്പൊ ബാങ്കിങ്ങിന്റെ സംഭവങ്ങൾ, അതുപോലെ RBI റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഭാഗം സിലബസിൽ ഉണ്ടെങ്കിൽ ആ എക്സാംസിന് ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടെക്സ്റ്റ് നോക്കാം. പിന്നെ ചില എക്സാംസിനൊന്നും എക്കണോമിക്സ് ഇല്ല. അപ്പൊ എക്കണോമിക്സിലുള്ള എക്സാംസിനാണ് ഈ 2 ടെക്സ്റ്റ് നോക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ജിയോഗ്രഫി നോക്കാം. ജിയോഗ്രഫിയിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് +1 ഭൗതിക ഭൂമിശാസ്ത്രം, അത് ബേസിക്സ് ഓഫ് ജിയോഗ്രഫി ആണ് അവിടെ വരുന്നത്, അടിസ്ഥാന ഘടകങ്ങൾ. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും എല്ലാ ചാപ്റ്റേഴ്സും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഭാഗം യൂണിറ്റ് 1 ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഭൂമിശാസ്ത്രം ഒരു പഠന വിഷയം, അതിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. സെക്കൻഡ് യൂണിറ്റ് തൊട്ട് ഭൂമിയുടെ ഉൽപ്പത്തിയും പരിണാമവും, ഭൂമിയുടെ ഉള്ളറ, അതുപോലെ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും വിതരണം, അതുപോലെ യൂണിറ്റ് 3യും പ്രധാനപ്പെട്ടതാ. അപ്പൊ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. യൂണിറ്റ് 4 അന്തരീക്ഷം പറയുന്നുണ്ട്, അന്തരീക്ഷ സംക്രമണങ്ങളും ദിനാന്തരീക്ഷ വ്യൂഹങ്ങളും, അന്തരീക്ഷത്തിലെ ജലം, ലോക കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും, ഇതൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ. അതുപോലെ യൂണിറ്റ് 4ഉം 5ഉം 6ഉം പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ടെക്സ്റ്റ് നല്ലപോലെ പഠിക്കുക. ഇനി +1 തന്നെ ഇന്ത്യൻ ഭൗതിക പരിസ്ഥിതി, ഫിസിക്കൽ ജോഗ്രഫി വരുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്ത്യന്റെ ഫിസിക്കൽ ജോഗ്രഫിയാണ് പറയുന്നത്. അതിൽ ഈ ഘടനയും ഭൂപ്രകൃതിയും നീരൊഴുക്ക് വ്യൂഹം എന്നീ 2 ചാപ്റ്ററിന് കഴിഞ്ഞ 10th പ്രിലിംസിന്റെ നിറയെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലും എല്ലാ ചാപ്റ്റേഴ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. എസ്പെഷ്യലി മണ്ണ് എപ്പോഴും ചോദിക്കാറ് ഒരു ക്വസ്റ്റ്യൻ, എപ്പോഴും മിക്കവാറും ടൈപ്സ് ഓഫ് സോയിൽസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പം ഇതിലെ എല്ലാ ചാപ്റ്റേഴ്സും പ്രധാനപ്പെട്ടതാണ്. ജോഗ്രഫി പഠിക്കുമ്പോൾ ഈ 2 ടെക്സ്റ്റുകളും നല്ലപോലെ നോക്കുക. ഇനി +2 ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ മാനവിക ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലതിൽ ഇങ്ങനെ ഡെമോഗ്രഫിയും ഒന്നും അത്ര ചിലപ്പോഴേ ചോദിക്കാറുള്ളൂ. ഡെമോഗ്രഫി അങ്ങനെ അത്ര പ്രധാനപ്പെട്ടതല്ല, പക്ഷെ എന്നാലും ഈ ഒരു യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് ഒക്കെ ഒന്ന് വായിച്ചിരിക്കുക എന്നുള്ളതാണ്. പിന്നെ യൂണിറ്റ് 3 അതിൽ പലതും ചോദിക്കാറുണ്ട്. പ്രൈമറി സെക്ടർ, ടെറിഷറി സെക്ടർ, അത് നമ്മൾ 10th വരെയുള്ള ടെക്സ്റ്റിൽ കവർ ചെയ്ത് പോയിട്ടുള്ളതിന് തന്നെ കുറച്ച് എലാബറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 8ാമത്തെ ചാപ്റ്റർ ഗതാഗതവും വാർത്താവിനിമയം, അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഈ ഒരു ടെക്സ്റ്റിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് 3rd യൂണിറ്റ് ആണെന്ന് ഓർത്തിരിക്കാം.
ഇനി ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന ടെക്സ്റ്റാണ് +2 വരുന്നത്. അത് ഇന്ത്യൻ ജോഗ്രഫീന് റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യൂണിറ്റ് 3യും 4ഉം ആണ് കേട്ടോ. അതിൽ ഇവിടെ ഭൂവിഭവങ്ങളും കൃഷിയും ജലവിഭവങ്ങൾ ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും ഉൽപാദന വ്യവസായങ്ങൾ ആസൂത്രണവും സുസ്ഥിര വികസനവും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ഗതാഗതവും വാർത്താവിനിമയം അന്താരാഷ്ട്ര വ്യാപാരം ഇതൊക്കെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. കഴിഞ്ഞ ടെക്സ്റ്റിൽ നമ്മളിവിടെ ഗതാഗതവും വാർത്താവിനിമയം പറഞ്ഞത് ഗ്ലോബൽ കോണ്ടെക്സ്റ്റിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പം അതിലെ ഗതാഗതവും വാർത്താവിനിമയമാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 യൂണിറ്റ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ജോഗ്രഫിയിൽ ഇത് നോക്കുക. ഇന്ത്യൻ ജോഗ്രഫി വരുമ്പം ഈ ടെക്സ്റ്റ് ആണ് നോക്കേണ്ടത്. ഇനി നമ്മുടെ ഹിസ്റ്ററിയിൽ ഒരു ചെറിയ ചാപ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഗാന്ധിയും അതുപോലെ ദേശീയ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഒരു ടോപ്പിക് പല എക്സാംസിനും വരുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കോണ്ടെക്സ്റ്റിൽ. അതിൽ ഈ ഗാന്ധിയൻ സ്റ്റഡീസിന്റെ ക്ലാസ് 11ലെ ടെക്സ്റ്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്, 4ാമത്തെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ മാത്രം ഓപ്ഷണൽ ആയിട്ടാണ് വേണമെങ്കിൽ നോക്കാം. വേറെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന് വേറെ ഒന്നും എടുക്കാനില്ല. ഈ ഒരൊറ്റ ചാപ്റ്റർ മാത്രമാണ് നമുക്ക് റെലവെന്റ് ആയിട്ട് വരുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി വഹിച്ച പങ്ക്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ മാത്രം റെഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ NCERT ലെവലിൽ പഠിക്കുന്നവർ ഈ ടെക്സ്റ്റുകളൊക്കെയാണ് നമ്മുടെ ജനറൽ ഏരിയാസിലേക്ക് കവർ ചെയ്ത് പോകാനുള്ളത്. പിന്നെ 10th പ്രിലിംസ് എക്സാമിനാണെങ്കിലും ഇപ്പോൾ +1 +2 ടെക്സ്റ്റുകളിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രവണതയുള്ളതുകൊണ്ട് അടുത്ത ഫേസുകൾ എക്സാം കൊടുക്കാൻ പോകുന്ന കുട്ടികൾ ഇതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകാം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെക്സ്റ്റുകളും കൂടെ ഒന്ന് വായിക്കാൻ നിങ്ങളുടെ ഷെഡ്യൂളിൻ്റെ ഇടയിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കുക, വായിക്കാനുള്ള ഒരു സമയം കൂടെ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച 2nd ഫേസും 3rd ഫേസും 4th ഫേസും എഴുതാൻ പോകുന്നവർ പറ്റുവാണെങ്കിൽ എസ്പെഷ്യലി ജോഗ്രഫിയും ഹിസ്റ്ററിയും മോഡേൺ ഇന്ത്യ അതും ഒന്ന് ഈ ടെക്സ്റ്റുകൾ വായിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ എന്താണ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.